അത് ഒരാശ്ചര്യമായി അല്ലെങ്കിൽ അന്ധവിശ്വാസമായി അവിടെ അവശേഷിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ അത്തരത്തിലുള്ള സവിശേഷതകളെ നമ്മൾ തിരിച്ചറിയണം. അത് പ്രവാചകനോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. ആ മഹബത്ത് ഉള്ള ആളുകൾക്ക് അത് എന്താണെന്നറിയാം. അവരതിൽ യുക്തിവാദം ഉന്നയിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ വരില്ല. സങ്കടകരമെന്ന് പറയട്ടെ, ഞാൻ ഇന്നത്തെ ദിവസം ഒരു പണ്ഡിതന്റെ വേഷമുള്ള ഒരു മാന്യ വ്യക്തിയുടെ ഒരു വോയിസ് കേൾക്കുകയുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷതകൾ, ലോക മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ ശഅർ മുബാറക്കിന്റെ സവിശേഷത. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് മഹാന്മാരായ സ്വഹാബത്തിനെ ഏൽപ്പിച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ തിരുകേശം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് കാത്തു സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ബർക്കത്തെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ലോകത്ത് എല്ലാവരും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ആ പരിശുദ്ധമായ തിരുകേശത്തെ സൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. എന്നാൽ മഹബത്തിന്റെ മനഃശാസ്ത്രം അറിയാത്ത, പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ അത്തരത്തിലുള്ള വിശുദ്ധ ശരീര ഭാഗങ്ങളെ അല്ലെങ്കിൽ തിരുകേശങ്ങളെ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞേക്കാം. എന്നാൽ അത്തരത്തിലുള്ള യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ഒന്ന് കത്തിച്ച് കാണിച്ചു കൊടുത്തുകൂടെ എന്നാണ് പണ്ഡിത വേഷം ധരിച്ച ഒരു സഹോദരൻ ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു സാധാരണക്കാരനായ മുസ്ലിം ഇങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരിക്കലും ചോദിക്കാൻ ധൈര്യം വരില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ച് ഇവിടെ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. നമ്മളെല്ലാരും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ലേ, വളരെ പ്രസിദ്ധമായ ഹദീസിൽ വന്നതല്ലേ, മാഉ സംസമ ലിമാ ശുരിബ. സംസം വെള്ളം അത് എന്തു ഉദ്ദേശിച്ചു കുടിച്ചോ അതിനുള്ളതാണ്. ഇത് സുന്നികളും അല്ലാത്തവരും ഒക്കെ വിശ്വസിക്കുന്നില്ലേ? സൗദി അറേബ്യയിൽ അവിടെ സംസം വെള്ളം എടുത്തു വെച്ച കാനിന്റെ മേലെ ഈ ഹദീസ് എഴുതി വെച്ചത് ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പൊ ഒരു യുക്തിവാദി ചോദിക്കുകയാണ്, ഇവിടെ കൊറോണ അടക്കമുള്ള വ്യാപകമായ രോഗങ്ങളില്ലേ, നിങ്ങളെ നബി പറയുന്നു ഇതാ സംസം എന്തു ഉദ്ദേശിച്ചു കുടിച്ചു അതിനുള്ളതാണ്, നാ കൊറോണ മാറട്ടെ അല്ലെങ്കിൽ ഇന്ന രോഗം മാറട്ടെ എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് തെളിയിക്കണമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാൽ ഈ മുസ്ലിയാര് വന്നിട്ട് അത് തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാവോ? അത്തരം വെല്ലുവിളികളെ സ്വീകരിക്കണമെന്ന് ആരാണ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്? യുക്തിവാദികൾ കേണി വെച്ചു കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസിലില്ലേ, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലൗ അന്നൽ ഖുർആന ജുഇല ഫീ ഇഹാബിൻ സുമ്മ ഉൽഖിയ ഫിന്നാരി മഹ്തറഖ. എന്താണ് പറയുന്നത്? പരിശുദ്ധ ഖുർആൻ അത് ഒരു തോലിൽ ആക്കിയിട്ട് അതിനെ തീയിലിട്ട് കരിച്ചാൽ അത് കരിയുകയില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് നബി തങ്ങൾ പറഞ്ഞതാ. ഒരു യുക്തിവാദി വന്ന് ഈ മുസ്ലിയാരോട് വെല്ലുവിളിക്കുകയാണ്, നിങ്ങളെ നബി നബിയാണെന്നതിനും നിങ്ങളെ ഖുർആൻ ഖുർആനാണെന്നതിനും ഇവിടെ യുക്തിവാദികളെതിരാണ്, നിരീശ്വരവാദികളെതിരാണ്. അത് വ്യാജനിർമ്മിത ഗ്രന്ഥമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്ന് കത്തിച്ച് നിങ്ങളുടെ ഖുർആൻ യഥാർത്ഥ അള്ളാഹുവിന്റെ വചനമാണെന്ന് തെളിയിക്കുമോ? അത് ഖുർആനാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി തങ്ങളെ നുബുവത്ത് തെളിയിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ മുസ്ലിയാർ ഖുർആൻ എടുത്ത് കത്തിക്കുമോ? എന്തെങ്കിലും ആരോടെങ്കിലുമുള്ള വെറുപ്പിന് വേണ്ടി ഇതുപോലുള്ള യുക്തിവാദ ചിന്തകൾ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പാടില്ല. ഈ ഹദീസുകൾക്കൊക്കെ അതിൻ്റെതായ അർത്ഥമുണ്ട്, അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅർ മുബാറക്കിന്റെ
മഹത്വം എന്താണെന്നും അതിന്റെ സവിശേഷത എന്താണെന്നും ലോകം പഠിപ്പിച്ചിട്ടുണ്ട്. അത് കത്തിക്കാൻ ഏതെങ്കിലും ഒരു ചരിത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും നടന്നതോ ഉദ്ധരിച്ചുകൊണ്ടല്ല മുന്നോട്ട് വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുള്ള ഒരാൾക്ക് പ്രവാചകന്റെ ശരീരത്തിന്റെ ഭാഗം അത് തീയിൽ കൊണ്ടുപോയിടാൻ കഴിയില്ല. മുസ്ലിം, നിങ്ങൾക്കറിയോ ഒരു സംഭവം കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കാനത്ത് ഇംറഅതാനി വമഅഹുമാ ഇബ്നാഹുമാ. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ രണ്ട് സ്ത്രീകൾ, അവർക്ക് രണ്ടുപേർക്കും ചെറിയ രണ്ട് മക്കളുണ്ട്. അവരൊരിടത്ത് ഇരിക്കുമ്പോൾ ഒരു ചെന്നായ വന്ന് അതിൽ നിന്നൊരു കുട്ടിയെ കടിച്ചെടുത്തു കൊണ്ടുപോയി. അതിലെ വലിയ പെണ്ണ് ചെറിയ പെണ്ണിനോട് പറഞ്ഞു, ചെന്നായ കടിച്ചു കൊണ്ടുപോയത് നിന്റെ കുട്ടിയാണ്, ഇവിടെ ബാക്കിയുള്ള എന്റെ കുട്ടിയാണ്. ചെറിയ പെണ്ണും വലിയ പെണ്ണിനോട് പറഞ്ഞു, അല്ല നിന്റെ കുട്ടിയാണ് ചെന്നായ ഉണ്ട്, ഇത് എന്റെ കുട്ടിയാന്ന്. തർക്കായി. ഒരു കുട്ടിനെ ചെന്നായ ഉണ്ട്, ഒരു കുട്ടി ബാക്കിയുണ്ട്. ഈ കുട്ടി രണ്ടാൾ അവകാശവാദം ഉന്നയിച്ചു. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ കേസ് വന്നു. ദാവൂദ് നബി അലൈഹി സ്വലാം വിചാരണ നടത്തിയപ്പോൾ നല്ല വാചാലതയോടെ വാദിക്കാൻ കഴിഞ്ഞത് അതിലെ വലിയ പെണ്ണിനാണ്. അപ്പൊ ആ വലിയ പെണ്ണിന്റെ വാദത്തിലാണ് സത്യമെന്ന് തോന്നി ദാവൂദ് നബി അലൈഹി സ്വലാം ആ കുട്ടിയെ ആ പെണ്ണിന് വിധിച്ചു. പക്ഷെ തർക്കം അവിടെ അവസാനിച്ചില്ല. അവർ പിന്നെയും തർക്കത്തിൽ ഏർപ്പെട്ടു. അവസാനം പറഞ്ഞ നാം സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മകനാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് നോക്കുമ്പോൾ അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, സുലൈമാൻ നബി അലൈഹി സ്വലാമിന് വിധി തീർപ്പ് കൽപ്പിക്കുന്നതിൽ പ്രത്യേക പ്രാവീണ്യം ഞാൻ നൽകിയിട്ടുണ്ട്. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് എത്തിയപ്പം സുലൈമാൻ നബി തന്ത്രപരമായ ഒരു വിധി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ യതൂനി ബിസ്സിക്കീൻ. ഒരു ഭയങ്കര തർക്കത്തിലാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഒരു കത്തി എടുത്തു കൊണ്ടുവരി. അശുക്കുഹു ബൈനഹുമാ. ഞാൻ എന്ത് ചെയ്യാ, ഈ കുട്ടിയെ നിങ്ങൾക്ക് രണ്ടാക്കും കൂടി പിളർത്തി രണ്ട് കീറാക്കി തരാം, എന്നാ രണ്ടാക്കും ആവുമല്ലോ എന്നങ്ങ് പറഞ്ഞപ്പം ആ ചെറിയ പെണ്ണ് പറഞ്ഞു, ലാ തഫ്. കുട്ടീനെ നഷ്ടപ്പെട്ടതാ, വലിയോൾക്കാണല്ലോ വിരിച്ചത്. അപ്പൊ ചെറിയ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കുഞ്ഞിനെ ചെയ്യല്ല, അള്ളാഹു നിങ്ങൾ. അപ്പം സുലൈമാൻ നബിക്ക് മനസ്സിലായത് കുട്ടിയാരതാ, ചെറിയോളെ കുട്ടിയാണ്. ഇതുപോലെയാണ് മുസ്ലിയാരെ. അള്ളാന്റെ ഹബീബിനോട് മഹബത്തുള്ള ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരം കൊണ്ടുപോയി തീയിലിടാൻ പറ്റില്ല, കഴിയില്ല. ആ ഹുബ്ബ് ഹൃദയത്തിലില്ലേ, അവർക്ക് എന്തും വിളിച്ചു പറയാം. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇതുപോലെയുള്ള യുക്തിവാദങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഒരിക്കലും അവതരിപ്പിക്കാൻ ശ്രമിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ സ്വഹാബത്തിന് വിശ്വാസമല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഈച്ചയിരിക്കില്ലെന്നും മാലിന്യങ്ങൾ വീഴില്ലെന്നും ഒക്കെ അവർ വിശ്വസിച്ചതല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ളവർ പല സന്ദർഭത്തിൽ അത് സൂചിപ്പിച്ചിട്ടുമില്ലേ. എന്നാൽ അവരാരെങ്കിലും അന്നത്തെ ശത്രുക്കൾ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ പറയുന്ന നബി അത്രയും പവിത്രനാണ്, അവിടുത്തെ ശരീരത്തിൽ മാലിന്യം വീഴില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആ ശരീരത്തിലേക്കൊന്ന് മാലിന്യം വലിച്ചെറിയൂ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് സ്വഹാബത്ത് മാലിന്യം വലിച്ചെറിയോ?